ഭീഷ്മയുടെ ബസ് പോസ്റ്റർ ഓർമ്മയുണ്ടോ? എങ്ങനെ ഇരിക്കുന്നു? അങ്ങനെയാണോ ഇരിക്കുന്നത്? അല്ല, ഭീഷ്മയിൽ ഇങ്ങനെയാണ്. അപ്പൊ സെയിം ബോഡി ലാംഗ്വേജ് അല്ല. എന്നെ ചതിക്കരുത്, ഞാൻ ഒരുപാട് അല്ല നമുക്ക് കുറെ ഇൻഫ്ലുവൻസുകൾ കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഇതില്ലല്ലോ, ഞാൻ കണ്ടിട്ടില്ല. കാലയതല്ലേ. അല്ല അപ്പൊ പറഞ്ഞ കേട്ടതും കണ്ടതും അല്ലെങ്കിൽ വായിച്ചൊന്നും പറ്റൂല. എന്ത് കാണാൻ? നമ്മൾ കാണുന്ന, നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രമേ ഉള്ളൂ. നമ്മൾ എത്രയോ കാലം മുമ്പ് നടക്കുന്ന കഥയാണ്. അപ്പൊ അതിനകത്ത് ഒബ്സർവേഷനോ ഇൻഫറൻസോ ഒന്നുമില്ല. സങ്കല്പം മാത്രമേ ഉള്ളൂ. ശൂന്യാകാശത്ത് നിന്ന് പിടിച്ചെടുക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിലും ഉള്ളൂ. ചെയ്യുന്ന സിനിമകളിലൊക്കെ നമുക്ക് എഫേർട്ടുകൾ ആ ക്യാരക്ടറിന് വേണ്ടി എടുക്കാറുണ്ട്. ഇതിലെടുത്ത എഫേർട്ട് ഈ ഒരു വയസ്സായ കഥാപാത്രത്തിന് വേണ്ടിയുള്ള എഫേർട്ടായിരുന്നു. ആ മേക്കപ്പിനൊക്കെ വേണ്ടി ബുദ്ധിമുട്ടിയായിരുന്നു ഒരുപാട്. എഫേർട്ട് സിനിമ കാണാം. എന്റെ നീട്ടിക്കൊണ്ട് പോകുന്നില്ല ഞാൻ ചോദ്യം. നമുക്ക് ചെയ്യുന്ന ഓരോ കഥാപാത്രമായാലും ഒരു യൂണീക്ക് ആയിട്ട് സ്കില്ലുണ്ടാവും. അത് ആ ആക്ഷൻ ആയിരിക്കാം, എക്സ്പ്രഷൻ ആവാം. ഈ സിനിമയുടെ ടീസർ ഇറങ്ങിയ സമയത്ത് തന്നെ ഏറ്റവും അവസാനം ആ വെള്ളത്തിൽ നിൽക്കുന്ന ഒരു സാധനം, അത് മമ്മൂക്കയുടെ കാരണം ഡയറക്ടർ തന്നെ പറഞ്ഞതായിരുന്നു, ഇങ്ങനെ വേണം എന്റെ ക്യാരക്ടർ ചെയ്യാൻ. അത് ഞങ്ങൾ കുറച്ച് ഷോർട്സ് അതിനു വേണ്ടി ടീസറിനും ട്രെയിലറിനും വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്തതാണ്. അത് നിങ്ങൾ സിനിമ എന്തായാലും 2 ദിവസത്തിൽ കാണുമ്പോൾ അറിയാം എന്തൊക്കെയായിരുന്നു. അത് മമ്മൂക്ക തന്നെ ചെയ്തതാണ്. ഞാനൊരു ഐഡിയ പറഞ്ഞു, മമ്മൂക്ക ഈ കട രീതിയിൽ അത് ചെയ്തു. പക്ഷെ അത് അടിപൊളിയായി വന്നു. അത് ടീസറിൽ ഞങ്ങൾ ചെയ്തു. ട്രെയിലറിലും അങ്ങനത്തെ ഒരു സാധനം ടുവേഴ്സ് ചെയ്യേണ്ട ഒരു ഷോട്ട് അങ്ങനെ പ്ലേസ് ചെയ്തു. ട്രെയിലർ ശ്രദ്ധിച്ചത് അറിയാം, അതിന്റെ ചിരി ഇറ്റ്സ് പോർട്രേയിങ് സം കൈൻഡ് ഓഫ് മാഡ്നസ് എന്ന് പറയാം. അപ്പോ ബീങ് സെൻട്രൽ ക്യാരക്ടേഴ്സ് ആണ്. അപ്പൊ അവര് ചിരിക്കുന്നതും അവർ കരയുന്നതും അങ്ങനെ ഒരു ഐഡിയ നേരത്തെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ട്രെയിലർ നമുക്ക് കട്ട് ചെയ്യാം ഈ ചിരി വെച്ചുകൊണ്ട്, ആൻഡ് ദെൻ വിൽ ടാഗ് ഇറ്റ് ആസ് ഏജ് ഓഫ് മാഡ്നസ് എന്ന് പറഞ്ഞിട്ട്. സോ അങ്ങനെയാണത്. ദാറ്റ് വാസ് ദി ഐഡിയ ആക്ച്വലി. അതിന്റെ അപ്പുറത്തേക്കൊന്നും ഇല്ല. അങ്ങനത്തെ ഒരു ക്യാരക്ടറായിട്ട് നമ്മുടെ ഫിലിമിലൊന്നും പറയുന്നില്ല. ഇത് ടോട്ടലി ഫിക്ഷണൽ സ്പേസിൽ ഒരു ടൈം പീരീഡിൽ നടക്കുന്ന, ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ ഒരു ടൈം പീരീഡിൽ നടക്കുന്ന ഒരു കഥയാണ്. കംപ്ലീറ്റ്ലി ഫിക്ഷണൽ ക്യാരക്ടേഴ്സ് ആണ്. പണ്ട് കാലത്ത് അങ്ങനത്തെ ഒരു പേര് ഭയങ്കര കോമൺ ആയിരുന്നു, കുഞ്ഞമ്മൻ എന്നൊക്കെ. അതായിരിക്കും അട്രാക്ഷൻ ഫീൽ ചെയ്തത്. അപ്പൊ പക്ഷെ ഈ കഥയ്ക്ക് വളരെ അത്യാവശ്യമായിരുന്നത് എനിക്ക് ടി സാറുമാരി ഒരു സാറിന്റെ സപ്പോർട്ടിൽ ഡയലോഗ്സ് ഫ്രെയിം ചെയ്യാനും അങ്ങനെ ഞാൻ കുറച്ച് ടൈം എടുത്തിട്ടാണ് ഈ കഥ എഴുതുന്നത്. സോ ഐ നീഡഡ് എ സപ്പോർട്ട്. അങ്ങനെയാണ് ടി സാർ ഈ പ്രോജക്റ്റിലേക്ക് വരുന്നത്. സോ ഇറ്റ്സ് എ ടോട്ടലി ഫിക്ഷണൽ. ലൈഫ് സ്റ്റോറിയോ ഏത് ഫാമിലിനെ ഉദ്ദേശിച്ചൊന്നുമല്ല. ഇറ്റ്സ് എ ഫിക്ഷണൽ സ്റ്റോറി. നമുക്ക് ഇപ്പൊ മലയക്കോട്ടെ വാലിബൻ തിയേറ്ററിൽ ഇറങ്ങിയതിനു ശേഷം അതിന്റെ പ്രൊഡ്യൂസർ പറയുണ്ടായി എന്നാണ്, മമ്മൂക്കയുടെ ചിത്രങ്ങൾ പ്രേക്ഷകര് ഇരുകൈ നീട്ടി മമ്മൂക്കയുടെ പരീക്ഷയുടെ ചിത്രങ്ങൾ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം പക്ഷെ പ്രേക്ഷകർക്കറിയാം, ആ സ്റ്റേറ്റ്മെന്റ് കേൾക്കുമ്പോൾ തന്നെ പ്രേക്ഷകർക്കറിയാം എന്താണ്, ഞങ്ങൾ കണ്ട കാലം മുതൽ യഥാർത്ഥത്തിൽ ഈ ആക്ടർ അൺപ്രഡിക്റ്റബിൾ ആണ് എന്ന അർത്ഥത്തിൽ നമുക്കറിയാം, എന്തും ചെയ്യും എന്ന അർത്ഥത്തിലും നമുക്കറിയാം. അപ്പൊ മമ്മൂക്ക എങ്ങനെയായിരുന്നു ആ സ്റ്റേറ്റ്മെന്റ് കണ്ടത്? നിങ്ങളെപ്പോലെ തന്നെ പറഞ്ഞതേ ഉള്ളൂ. പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളൊന്നും പറയാനില്ല. നിങ്ങൾ എന്തും ചെയ്യും എന്നുള്ള തീരുമാനം എനിക്ക് ശ്രമിച്ചു. അല്ലെ, എന്നെ സംബന്ധിച്ചിടത്തോളം എന്തും ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിന് എന്ത് സിനിമയിൽ ഇത് നമ്മൾ വന്നപ്പോൾ ഇപ്പോൾ കാണുന്ന ഈ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല സിനിമയിൽ ഞാൻ പ്രതീക്ഷിച്ച സിനിമ മാത്രമാണ്. എനിക്ക് സിനിമ മാത്രമേ ഇഷ്ടമുള്ളൂ. ബാക്കി കിട്ടുന്നതൊക്കെ ബോണസാണ്. അപ്പോൾ ബോണസിനെ കുറിച്ച് ആലോചിക്കാതെ തന്നെയാണ് സിനിമയിൽ ഞാൻ അഭിനയിക്കുന്നത്. ഇനി അങ്ങോട്ടും അങ്ങനെ ആവാനാണ് എൻ്റെ ശ്രമം. പക്ഷെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള, കൂടെ ഉണ്ടാവും, വഴിയിലിട്ടിട്ട് പോയി കളയും.